വെൽക്കം ടു എയർ മാത്സ്. എയർ മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്ന ചാപ്റ്ററാണ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. കൂടുതൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല, കാരണം ഇതൊരു ക്വിക്ക് റിവിഷനാണ്. പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് നമുക്ക് പറയുന്നു. ഓരോ പോയിൻറ്റും വിടാതെ കംപ്ലീറ്റ് ചാപ്റ്റർ പറയുന്നതാണ്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിൽ പോകാം. ഫസ്റ്റ് ടോപ്പിക്കാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി. ഓക്കെ, ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണ്? ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 2 cm/s. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് ദി സർക്കിൾ വെൻ റേഡിയസ് ഈസ് 6 cm. വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കാം, 2 cm/s, 2 cm/s. ഒരു സർക്കിളിൽ സെൻറ്റിമീറ്റർ വരാണെങ്കിൽ എന്താ റേഡിയസ് ആണ് ഉണ്ടാവുക അല്ലേ? സോ dr/d, സെക്കൻഡ് എന്താണ്? ടൈമാണ്, dt. ഇത് ഗിവൺ ആണ്. ഫൈൻഡ് ക്വസ്റ്റ്യൻ മാർക്ക്, ഫൈൻഡ് ദി ഏരിയ. അപ്പോൾ dA/ എന്താ വരേണ്ടത്? ഇവിടെ dt ആയതുകൊണ്ട് ഇവിടെയും dt ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? വെൻ r = 6 cm. വെൻ r = 6 cm. ഇത്രയും സിമ്പിളാണ്, ഒന്നുമില്ല. ഇനി dA/dt ചെയ്ത dA/dt = d/dt ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ. ഏരിയ ഓഫ് എ സർക്കിൾ എന്താണ്? πr². റെഡി? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ആൻസറായി. സോ അതിനെ കോൺസ്റ്റൻറ്റ് മാറ്റി നിർത്തി ഡെറിവേറ്റീവ് ഓഫ് r². ഡെറിവേറ്റീവ് ഓഫ് x² ആണെങ്കിൽ 2x ആണ്. ഡെറിവേറ്റീവ് ഓഫ് r² എന്താ? 2r. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. ഇത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അതുകൊണ്ട് ആരെ റെസ്പെക്റ്റ് ചെയ്യില്ല? റേഡിയസിനെ റെസ്പെക്റ്റ് ചെയ്യില്ല. സോ അവിടെ എന്ത് എഴുതണം? dr/dt എന്ന് എഴുതണം. റെഡി? അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? ഇവിടെ 2πr. ഈ സാധനം നമുക്കറിയാലോ, ഇത് ഗിവൺ ആണല്ലോ. ഇത് ക്വസ്റ്റ്യൻ ഉണ്ട്, 2 cm ഉണ്ട്. സോ ഇൻറ്റു 2. സോ 4πr എന്ന് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് എന്തറിയാം? റേഡിയസും അറിയാം. വെൻ r = 6 cm എന്നിട്ടുണ്ട്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്താണ്? വെൻ r = 6 cm. സോ എത്ര ആൻസർ കിട്ടുക? 4π × 6. സോ ആൻസർ ഈസ് 24π. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? dA എന്നാണ് ഏരിയ. സോ ദാറ്റ് ഈസ് യൂണിറ്റ് ഓഫ് ഏരിയ ഈസ് cm². പെർ ടൈമിൻ്റെത് സെക്കൻഡ്. റെഡി? അപ്പോൾ 24π cm²/s. പൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നിർബന്ധമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവിടെ ഇൻക്രീസിങ് ആയതുകൊണ്ടാണ് പോസിറ്റീവ് 2 എടുത്തത്. ഇനി ഡിക്രീസിങ്, ഈ സെൻറ്റൻസ് പകരം ഡിക്രീസിങ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കുക? dr/dt = -2 cm എടുക്കും. ക്വസ്റ്റ്യനിൽ പോസിറ്റീവ് തരാം, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അത് എഴുതുമ്പോൾ മൈനസ് ആക്കി എടുക്കണം. സോ ഇത്രയും സിമ്പിളാണ്. ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കുക, ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കുക. ഓക്കെ, സെക്കൻഡ് ടോപ്പിക്കാണ് അപ്രോക്സിമേഷൻ. വളരെ സിമ്പിളാണ്. അപ്രോക്സിമേറ്റ് വാല്യൂ വിളിക്കണം. √26.5 അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ, അതുപോലെ √36.5, 29⁻⁻³ അങ്ങനെയൊക്കെ വരുന്ന സംഭവം. വളരെ സിമ്പിളാണ്. അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ ഈ പറയുന്ന ഒറ്റ ഇക്വേഷൻ കാണാൻ പഠിച്ചാൽ മതി. f(x + Δx) approximately equal to f(x + f'(x) × Δx. ഈ ഒരു ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ സിമ്പിളാണ്. റെഡി? നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? f(x) എന്ന് എഴുതുക, എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് f'(x) എഴുതി വെക്കുക. അതുപോലെ തന്നെ എക്സ് എന്താണെന്ന് എഴുതുക, Δx എന്താ എഴുതുക. ഈ 4 കാര്യം എഴുതി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഒരു 3 മാർക്കിന് ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ നോക്കുക, f(x) എന്താണ്? ഇപ്പോൾ √26.5 ഇതൊരു റൂട്ട് ഫംഗ്ഷനാണ്. അപ്പോൾ √x എടുക്കും. ഇപ്പോൾ √36.5 ആണ്. √36 ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? √35.4 ഒക്കെ ആണെങ്കിൽ നമ്മൾ റൂട്ടിനെ എടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഒരു 29⁻⁻³ ആണല്ലോ, നമ്മൾ x⁻⁻³ എടുക്കും. ഓക്കെ, ഇത് റൂട്ട് ഫംഗ്ഷനാണ്. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ √x എടുക്കും. √x. ഇനി f'(x), √x ഡെറിവേറ്റീവ് എന്താണ്? 1/2 √x. ഇനി എക്സ് ആണ് നമുക്ക് അറിയുന്ന വാല്യൂ എടുക്കുക. √26.5 നമുക്ക് അറിയില്ല. നമുക്ക് എന്താ അറിയാം? തൊട്ടടുത്തുള്ളത് √25 അറിയാം. അപ്പോൾ നോൺ വാല്യൂ എത്രയാണ്? 25 എന്നാണ്. ഇനി ഇതിൽ എത്ര കറക്ഷൻ? Δx എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്ഷൻ എത്രയാണ്? 26.5ഉം 25 തമ്മിലുള്ള കറക്ഷൻ എത്രയാണ്? 1.5 എന്നാണ് അല്ലേ? രണ്ട് ആഡ് ചെയ്താൽ അത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് 24.5 ആണെങ്കിൽ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 24.5 ആണെങ്കിൽ 25 എഴുതും, എന്നിട്ട് -0.5 എഴുതും. ഓക്കെ, ഇനി വളരെ സിമ്പിളാണ്. ഇതിലിട്ട് കൊടുക്കുക ഈ സംഭവത്തിൽ. അപ്പോൾ ഇതിലിട്ട് കൊടുക്കുമ്പോൾ എന്താ ആൻസർ വെച്ചാൽ f(x + Δx) അതെന്താണ്? നമുക്ക് ഗിവൺ ക്വസ്റ്റ്യൻ തന്നെയാണ്. റെഡി? അത് തന്ന ക്വസ്റ്റ്യൻ ആണ്. √26.5 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു
എഫ് ഓഫ് എക്സ്, വാട്ട് ഇസ് എഫ് ഓഫ് എക്സ്? റൂട്ട് എക്സ്, എക്സ് എന്താണ് 25 പ്ലസ് എഫ് ഡാഷ് എക്സ് 1/2 റൂട്ട് എക്സ്, 2 റൂട്ട് എക്സ്, എക്സ് മീൻസ് 25 ഇൻറ്റു ഡെൽറ്റ എക്സ് എത്രയാണ്? 1.5. വളരെ സിമ്പിളാണ്, 3 മാർക്ക് കാര്യം സുഖമായിട്ട് കിട്ടും. സോ എത്ര കിട്ടി? റൂട്ട് 26.5 അപ്രോക്സിമറ്റ്ലി ഈക്വൽ ടു വാട്ട് ഇസ് റൂട്ട് 25? ദാറ്റ് ഈസ് 5 പ്ലസ് 1/2 ഇൻറ്റു 5, 2 ഇൻറ്റു 5 10, ഉത്തരം 10, 1/10 ഇൻറ്റു 1.5. സോ റൂട്ട് 26.5 അപ്രോക്സിമറ്റ്ലി ഈക്വൽ ടു 5 പ്ലസ് എത്ര ആൻസർ? 1.5 ഡിവൈഡ് ബൈ 10, എത്ര ആൻസർ വരാം? 0.15. സോ റൂട്ട് 26.5 അപ്രോക്സിമറ്റ്ലി ഈക്വൽ ടു 5.15. റെഡി? ഇത് 3 മാർക്കാണ്, വളരെ സിമ്പിളാണ്. പക്ഷെ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റൻ കാണാതെ പഠിക്കണം. ഈ ക്വസ്റ്റൻ വളരെ സിമ്പിളായി പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിന് പകരം നമ്മൾ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ 3 മാർക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് മാക്സിമ, മിനിമ, ഇൻക്രീസിങ്, ഡിക്രീസിങ്. ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് മെത്തേഡ്, സെക്കൻഡ് ഡെറിവേറ്റീവ് മെത്തേഡ്. ഇത്രയും ഈ 3 കാര്യങ്ങൾ നമ്മൾ ഒറ്റൊരു ക്വസ്റ്റ്യനിൽ പറയുകയാണ്. ഓക്കെ, ഫസ്റ്റ് പറയാനുള്ളതാണ് ഫൈൻഡ് ദി ഇൻ്റർവൽ ഓഫ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഓഫ് ദി ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൻ്റെ ഇൻ്റർവെൽ കണ്ടുപിടിക്കാനാണ്. വളരെ സിമ്പിളാണ്, ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം ഇൻക്രീസിങ്, ഡിക്രീസിങ്, മാക്സിമ, മിനിമ, ഇത് ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ അതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? അത് തിയറിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അത് 0നോട് ഇക്വേറ്റ് ചെയ്യുക. അത് 0 വരാനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ചെയ്യേണ്ടത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ദാറ്റ് ഈസ് 3x² മൈനസ് 6 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 2x, അപ്പോൾ 6 ഇൻറ്റു 2x ദാറ്റ് ഈസ് 12x പ്ലസ് 9 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1, സോ 9 പ്ലസ് 15 ഡെറിവേറ്റീവ് 0. എന്ത് ചെയ്തു? എഫ് ഡാഷ് എക്സ് കിട്ടി. എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എഫ് ഡാഷ് എക്സിനെ എപ്പോഴും സിംപ്ലസ്റ്റ് ഫോം എഴുതണം, വളരെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. നോക്കുക, ഇതിൽ നമുക്കത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നോക്കുക, ഇവിടെ ഇതിൽ കോമൺ ഉണ്ടോ? ഉണ്ട്, 3 കോമൺ ആണ്. സോ 3നെ കോമൺ ആക്കി എടുത്തു. ബാക്കി x² മൈനസ് 4x പ്ലസ് 3. ഇനി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ത് ചെയ്യണം? അതിന് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക. 3 ഇൻറ്റു ഇതിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുക. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ അതിനെ കൺവേർട്ട് ചെയ്യുക. 2 നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ 3, ആ 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ -4. 2 നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ 3 ഏതൊക്കെ കിട്ടുക? 1 ഇൻറ്റു 3 3 ആണ്, -1 ഇൻറ്റു -3 തന്നെയാണ്, 3 തന്നെയാണ്. ഇനി ഇൻറ്റുന് പകരം ഇവിടെ പ്ലസ് കൊടുക്കുമ്പോൾ -4 കിട്ടുന്നത് ഏതൊക്കെയാണ്? -1ഉം -3. അപ്പോൾ സെലക്ട് ചെയ്യുക. ഇത് മാറ്റിത്താം. x - 1 ഇൻറ്റു x - 3 എന്ന് മാറ്റി എഴുതി. ഇതാണെന്ത്? എഫ് ഡാഷ് എക്സ്. റെഡി? എഫ് ഡാഷ് എക്സ് കിട്ടി. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇനി ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ എഫ് ഡാഷ് എക്സ് = 0 ഇക്വേറ്റ് ചെയ്യുക. സോ ഇക്വേറ്റ് എഫ് ഡാഷ് എക്സ് = 0 കൊടുക്കുക. സോ ഇവിടെ 0 കൊടുക്കുക. അപ്പോൾ 3 ഇൻറ്റു x - 1 ഇൻറ്റു x - 3 ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് എക്സ് കൊടുക്കുക. ഇവിടെ എക്സിന് എന്ത് കൊടുത്താലാണ് 0 കിട്ടുക? ഇവിടെ എക്സിന് 1 കൊടുത്താൽ 0 കിട്ടും. സോ എക്സ് എത്ര കിട്ടി? 1. അതല്ലെങ്കിലോ എക്സിന് 3 കൊടുത്തത് കിട്ടും, 0 കിട്ടും. സോ എക്സ് = 3 കൊടുത്തു. ഒന്ന് കിട്ടി, എക്സിൻ്റെ വാല്യൂ കിട്ടി. ഒന്നുകൂടെ പറയാം, ഇൻക്രീസിങ്, ഡിക്രീസിങ്, മാക്സിമ, മിനിമ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്ത് ചെയ്താൽ സെക്കൻഡ് സ്റ്റെപ്പ് എഫ് ഡാഷ് എക്സ് കൊടുക്കുക, അത് ഇക്വേറ്റിംഗ് 0 കൊടുക്കുക, എന്നിട്ട് അതിന് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. ക്ലിയർ? ഇനി ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക, നമ്പർ ലൈൻ വരയ്ക്കുക. അതെങ്ങനെ നമ്പർ ലൈൻ വരയ്ക്കുക? -∞ +∞, എന്നിട്ട് ഈ പോയിന്റ് അവിടെ കാണിക്കുക, 1ഉം 3ഉം. 1 ഇവിടെ മാർക്ക് ചെയ്യുക, 3ഉം മാർക്ക് ചെയ്യുക. ഇനി ചെയ്യേണ്ട കാര്യം നിങ്ങൾ 1ൻ്റെ ലെഫ്റ്റും റൈറ്റും, അപ്പോൾ 1ൻ്റെ ലെഫ്റ്റിലൊരു വാല്യൂ എടുക്കുക. 1ൻ്റെ ലെഫ്റ്റിലുള്ള വാല്യൂ എത്രയാണ്? 0.9. റെഡി? 0.9. അതെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എഫ് ഡാഷിൽ കൊടുക്കുക, എഫ് ഡാഷ് എക്സിൽ. റെഡി? അപ്പോൾ 1ൻ്റെ ലെഫ്റ്റ് വാല്യൂ തൊട്ടടുത്തുള്ള വാല്യൂ എടുക്കുക, അത് 0.9 ആണ്. ആ 0.9 എഫ് ഡാഷിൽ കൊടുക്കുക. എഫ് ഡാഷിൽ കൊടുത്താൽ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് നോക്കുക. എഫ് ഡാഷ് ഏതാണ്? ഇതാണ് എഫ് ഡാഷ്. ഇതാണ് ഇവിടെ കൊടുക്കുക. അപ്പോൾ എന്താ ആൻസർ വരാം? 3 ഇൻറ്റു 3 പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റു ഇവിടെ 0.9 കൊടുക്കുമ്പോൾ 0.9 -1 അത് തരാം നെഗറ്റീവ് ആരാ? നെഗറ്റീവ് ഇൻറ്റു ഇവിടെ 0.9 കൊടുക്കുമ്പോൾ 0.9 - 3 ദാറ്റ് ഈസ് ഓൾസോ നെഗറ്റീവ്. സോ എത്ര ആൻസർ?
പോസിറ്റീവിന് നെഗറ്റീവ് 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 പോസിറ്റീവ്. സോ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? പോസിറ്റീവ്. ഇവിടെ എന്താ തരാം? ഇത് പോസിറ്റീവാണ്. പോസിറ്റീവ് മീൻസ് ഇൻക്രീസിംഗ് എന്നാണ്. ഇൻക്രീസിംഗ് എന്താ? താഴത്തിൽ നിന്നും മുകളിലോട്ട് പോവാം. അപ്പോൾ -∞ മുതൽ 1 വരെ എന്താണ് ഇത്? ഇൻക്രീസിംഗ് ആണ്. ഈ 1ൻ്റെ റൈറ്റ് സൈഡ് നോക്കുക. സോ എഫ് ഡാഷ് 1.1. ഈ 1.1 എവിടെ കൊടുക്കുക? എഫ് ഡാഷിന് കൊടുക്കുക, ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇത് 3 പോസിറ്റീവ് പോസിറ്റീവ് ഇൻറ്റു ഇവിടെ 1.1 കൊടുക്കുമ്പോൾ 1.1 - 1 ദാറ്റ് ഈസ് പോസിറ്റീവ്. നെക്സ്റ്റ് 1.1 - 3 ദാറ്റ് ഈസ് ഓൾസോ ദാറ്റ് ഈസ് 1.1 - 3 ദാറ്റ് ഈസ് നെഗറ്റീവ്. വാട്ട് ഈസ് ആൻസർ? നെഗറ്റീവ്. സോ ഇവിടെ കിട്ടി നെഗറ്റീവ് കിട്ടി. നെഗറ്റീവ് മീൻസ് ഡിക്രീസിങ്. അപ്പോൾ ഈ 1 മുതൽ 3 വരെ എന്താണ്? ഡിക്രീസ് ചെയ്യാം. ഡിക്രീസിങ് എന്താ? മുകളിൽ നിന്ന് താഴത്തോട്ട് വരാം. സോ ഡിക്രീസിങ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം കിട്ടി. സോ 1ൻ്റെ കാര്യം. ഇനി എന്താണ്? 3. ഇനി 3ൻ്റെ ലെഫ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ഒരു ഗ്രാഫ് കിട്ടി. ഇനി 3ൻ്റെ റൈറ്റ് സൈഡ് നോക്കുക. 3.1 ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുക്കുമ്പോൾ എഫ് ഡാഷിൽ കൊടുക്കുമ്പോൾ 3 പോസിറ്റീവ് ഇൻറ്റു 3.1 - 1 ദാറ്റ് ഈസ് പോസിറ്റീവ്. നെക്സ്റ്റ് 3.1 - 3 ദാറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്. സോ നമുക്കെന്ത് കിട്ടി? പോസിറ്റീവിൻ്റെ പോസിറ്റീവ് പോസിറ്റീവ് ദാറ്റ് ഈസ് പോസിറ്റീവ്. സോ പോസിറ്റീവ് ഇവിടെ പോസിറ്റീവ് കിട്ടി. 3.1 ഇവിടെ പോസിറ്റീവ് കിട്ടി. പോസിറ്റീവ് മീൻസ് ഇൻക്രീസിങ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷൻ എന്ത് കിട്ടി? ഇത് എവിടേക്കാണ് ഇൻക്രീസിങ്? മുകളിലോട്ട് പോകുന്നൊക്കെ ഇൻക്രീസിങ് ആണ്. സോ -∞ to 1 the function is increasing, 1 to 3 the function is decreasing, 3 to infinity the function is increasing. അതുപോലെ ഇൻക്രീസിങ് ഡിക്രീസിങ് ചെയ്യുമ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ ഇതുണ്ട്. ഓക്കെ, കാരണം ഈ 1ഉം 3 ഒക്കെ എന്താണ്? ക്രിട്ടിക്കൽ പോയിൻ്റാണ്. സോ മനസ്സിലാക്കുക, -∞ മുതൽ 1 വരെ ഇൻക്രീസിങ്, 3 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻക്രീസിങ്, 1 മുതൽ 3 വരെ എന്താണ്? ഡിക്രീസിങ് എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം വാല്യൂ. ആദ്യം നോക്കുക, ഈ 1ൽ ഇത് മാക്സിമം ആണോ മിനിമം ആണോ? ഈ 1ൽ ഗ്രാഫ് മുകളിലാണ്. ഗ്രാഫ് മുകളിലാണെങ്കിൽ നമുക്കെന്ത് പറയാം? ഈ 1ൽ എന്താണ്? ഈ ഫംഗ്ഷൻ മാക്സിമം ആണ്. 3ൽ എന്താണ്? മിനിമം ആണ്. സോ ദ ഫംഗ്ഷൻ ഈസ് മാക്സിമം അറ്റ് x = 1 ആൻഡ് മിനിമം അറ്റ് x = 3. ഇനി മാക്സിമം വാല്യൂ കിട്ടുന്ന ചെയ്യേണ്ടത് എഫ് ഓഫ് ആ മാക്സിമം പോയിന്റില്ലേ, ഈ മാക്സിമം പോയിന്റ് ആ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എവിടെ? എഫ് ഓഫ് എക്സിൽ, എഫ് ഡാഷിലല്ല. എഫ് ഡാഷിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൻ്റെ സ്ലോപ്പ് കിട്ടും, അതിൻ്റെ ചെരിവ് കിട്ടും. നമുക്ക് വാല്യൂ കിട്ടാൻ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ആ പോയിന്റ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ മാക്സിമം പോയിന്റ് ഈസ് 1, മാക്സിമം വാല്യൂ എഫ് ഓഫ് 1 എത്ര കിട്ടി? 19 ആൻഡ് മിനിമം വാല്യൂ ഈസ് 15. സംഗതി എളുപ്പമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക, ഇക്വറ്റി 0 കൊടുക്കുക, കിട്ടിയ പോയിന്റ് വെച്ച് നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുക. ആ നമ്പറിൽ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? അത് മാക്സിമം ആണോ മിനിമം ആണോ, അതുപോലെ തന്നെ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് കിട്ടും. ഈ മാക്സിമം ഇത് 1 എന്താണ്? മാക്സിമം പോയിന്റ് ആണ്. ആ പോയിന്റ് എഫ് ഓഫ് എക്സ് കിട്ടുന്ന വാല്യൂ ആണെന്ന് മാക്സിമം വാല്യൂ. ഈ 3ൽ മിനിമം ആണ്, കാരണം ഗ്രാഫ് താഴ്ത്തുള്ളത്. ആ 3 എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് 15 കിട്ടും. അതാണെന്ത്? മിനിമം വാല്യൂ. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ഈ മാക്സിമം മിനിമം. നമ്മളിപ്പോൾ ചെയ്ത മെത്തേഡാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് മെത്തേഡ്. നെക്സ്റ്റ് ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ് മെത്തേഡ്. നമുക്ക് ഏത് രീതി ചെയ്യാം? ഓക്കെ, ഈ ക്വസ്റ്റൻ നമുക്ക് എങ്ങനെ സെക്കൻഡ് ഡെറിവേറ്റീവ് മെത്തേഡ് ചെയ്യാൻ നോക്കാം. ക്വസ്റ്റൻ ആണ് ഫൈൻഡ് 2 പോസിറ്റീവ് നമ്പേഴ്സ് സച്ച് ദാറ്റ് their sum is 8 and sum of their square is minimum. 2 പോസിറ്റീവ് നമ്പർ. അപ്പോൾ ഫസ്റ്റ് പോസിറ്റീവ് നമ്പർ നമ്മൾ എക്സ് വിചാരിച്ചു, അതിന് സം എത്രയാണ്? ഇപ്പോൾ ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ എത്രയാണ്? 8 ആണ്. ഫസ്റ്റ് നമ്പർ എന്ന് വിചാരിച്ചു എക്സ് വിചാരിച്ചു. അപ്പോൾ സെക്കൻഡ് നമ്പർ എന്ത് കിട്ടി? 8 - x. 8 - x. ഓക്കെ, ഫസ്റ്റ് നമ്പർ റെഡി, സെക്കൻഡ് നമ്പർ ഓക്കെ. ആൻഡ് സം ഓഫ് ദെയർ സ്ക്വയർ ഈസ് മിനിമം. ഇത് മാക്സിമം മിനിമം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് ദെയർ സ്ക്വയർ ഈസ് മിനിമം. അപ്പോൾ സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്തതിൻ്റെ സംഭവം ഇത് സ്ക്വയർ ചെയ്യുക, എന്നിട്ട് സം ചെയ്യുക. സ്ക്വയർ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സ്ക്വയർ ഓഫ് 8 - x, 8 - x-ൻ്റെ ഹോൾ സ്ക്വയർ. ഒന്നെങ്കിൽ ഈ ബ്രാക്കറ്റ് മൊത്തം പൊളിക്കാതെ വൃത്തിയാക്കുക. സോ വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? അല്ലെങ്കിൽ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഓക്കെ, ഒന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് a - b ഹോൾ സ്ക്വയർ, 8 സ്ക്വയർ 64 മൈനസ് 2 × 8 × x ദാറ്റ് ഈസ് 16x പ്ലസ് എക്സ് സ്ക്വയർ. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ മൈനസ് 16x പ്ലസ് 64. ഇതാണ് എഫ് ഓഫ് എക്സ്. ഇത് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ എഫ് ഡാഷ് എക്സിന് ഓടിക്കുക, ക്രിട്ടിക്കൽ പോയിന്റ് ഓടിക്കുക. ഓക്കെ, എഫ് ഡാഷ് എക്സ് എന്ന് വരാം. എഫ് ഡാഷ് എക്സ് 2 × x × 2x. സോ ഒന്ന് കിട്ടി 4x മൈനസ് 16.
ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴും എഫ് ഡാഷ് എക്സ് നമ്മൾ എന്ത് ചെയ്യണം, വളരെ സിംപ്ലിഫൈഡ് ഫോം എഴുതണം. ഇവിടെ എന്തെങ്കിലും കോമൺ ഉണ്ടോ നോക്കുക. 4 കോമൺ ആക്കി എടുത്തു, ബാക്കി എന്താവുക എക്സ് മൈനസ് 4. ഇതാണ് നമ്മൾ എഫ് ഡാഷ് എക്സ്. ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്, ക്രിട്ടിക്കൽ പോയിന്റ് ഓടിക്കാൻ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ 4 ഇൻറ്റു എക്സ് മൈനസ് 4 ഈക്വൽ ടു 0 കൊടുത്തു. ഇവിടെ എക്സിന് എന്ത് കൊടുത്താലും 0 കിട്ടുക, എക്സ് ഈക്വൽ ടു 4. റെഡി. ഇതുവരെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ നമ്പർ ലൈൻ വരച്ച് ചെയ്യുന്നതാണ് ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് മെത്തേഡ്. ഇനി ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് മെത്തേഡ് മീൻസ് എഫ് ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചിട്ട് ഈ പോയിന്റ് എഫ് ഡബിൾ ഡാഷിന് കൊടുക്കുക. നമ്മൾ എഫ് ഡബിൾ ഡാഷ് എക്സിന് വിളിക്കുക. എഫ് ഡാഷ് എക്സ് നമുക്കറിയാം, എഫ് ഡബിൾ ഡാഷ് വിളിക്കുക. വാട്ട് ഈസ് എഫ് ഡബിൾ ഡാഷ്? എഫ് ഡാഷ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇതാണ് എഫ് ഡാഷ് എക്സ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ്? 1. 4 0 എന്നായി. ഇനി ഇത് ഇവിടെ ഇട്ട് കൊടുക്കുക. ഒന്നര ആൻസർ എഫ് ഡബിൾ ഡാഷ് എക്സിൻ്റെ അവിടെ 4 കൊടുക്കുക. 4 കൊടുത്തു, ഇവിടെ യാതൊരു മാറ്റവും ഇല്ല. ഇനി എഫ് ഡബിൾ ഡാഷ് 4 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 4 ആണ്, അതിന് മാറ്റമില്ല. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇത് പോസിറ്റീവാണ്. റെഡി. സെക്കൻഡ് ഡെറിവേറ്റീവിൽ എഫ് ഡബിൾ ഡാഷ് പോസിറ്റീവ് ആണെങ്കിൽ അത് മിനിമം ആയിരിക്കും. എഫ് ഡബിൾ ഡാഷ് നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? അത് മാക്സിമം ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇത് പോസിറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് ആയത് നമുക്ക് എന്തറിയാം? therefore the function is minimum at x equal to 4. x equal to 4 നമുക്ക് കിട്ടി. ഇത് മിനിമം എന്ന് മനസ്സിലായി. സ്ക്വയർ ഈസ് മിനിമം അല്ലേ? മിനിമം എന്ന് കിട്ടി. എവിടെ എങ്ങനെയാണ് മിനിമം വരാം? ഏതൊക്കെ 2 പോസിറ്റീവ് നമ്പേഴ്സ് വരാം? എക്സും 8 മൈനസ് എക്സും. therefore 2 പോസിറ്റീവ് നമ്പേഴ്സ് ആർ എക്സ് ആൻഡ് എക്സ് 8 മൈനസ് എക്സ്. സോ ആൻസർ കിട്ടി 4 ആൻഡ് 8 മൈനസ് 4. അപ്പോൾ 2 നമ്പേഴ്സ് 4ഉം 4 ആയാലും എന്താവുള്ളൂ? സം ഓഫ് ദെയർ സ്ക്വയർ ഈസ് മിനിമം. ക്ലിയർ? സിമ്പിളാണ്, മനസ്സിലാക്കുക. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇവിടെ ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് നോർമൽ ആൻഡ് ടാൻജൻറ്റ്. നോർമലും ടാൻജൻറ്റും അതിൻ്റെ സ്ലോപ്പ്, അതിൻ്റെ ഇക്വേഷൻസ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുക മിക്കവാറും ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിനാണ് ചോദിക്കുക. അതിൽ പാരാമെട്രിക് ഫോം, അതുപോലെ തന്നെ ഇംപ്ലിസിറ്റ് ഫോം, അങ്ങനത്തെ ഫോമൊക്കെ ഉണ്ടാവും. ആ ഫോമിൽ നിന്നാണ് മിക്കവാറും എക്സാമിൽ ചോദിക്കുക. റെഡി? ഇവിടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കൺസിഡർ ദി ഇക്വേഷൻ ഓഫ് എ കർവ്, സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ്. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഒന്നുമില്ല, dy/dx വിളിക്കുക. അതിൽ ആ പോയിന്റ് ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടി? സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കുക, എ ക്വസ്റ്റ്യൻ ആൻസർ ആണ് 2x² + 3y² = 5. നമ്മൾ ഡെറിവേറ്റീവ്സിൽ പഠിച്ചാണ്. ഏത് ഫോമാണ്? ഇംപ്ലിസിറ്റ് ഫോമാണ്. റെഡി? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മൾ ചെയ്യേണ്ട കാര്യം dy/dx വിളിക്കുക, ആ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കിട്ടും. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡെറിവേറ്റീവ് ഓഫ് 2നെ മാറ്റി നിർത്തി. ഡെറിവേറ്റീവ് ഓഫ് x² എന്താണ്? 2x. സോ 2 × 2x ദാറ്റ് ഈസ് 4x പ്ലസ് 3 × ഡെറിവേറ്റീവ് ഓഫ് y² എന്താണ്? 2y. സോ 6y ഇൻറ്റു എന്തുണ്ടാവും? dy/dx ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. അപ്പോൾ y റെസ്പെക്ട് ചെയ്യോ? ഇല്ല. സോ dy/dx എന്ന് എഴുതാം. dy/dx ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 5 എന്താണ്? 0. ഇനി ഒന്നുമില്ല, നമുക്കെന്ത് ചെയ്യാം? ഈ dy/dx കൊണ്ട് വെക്കുക, ബാക്കിയുള്ള കൊണ്ടുപോവുക, അതിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. സോ dy/dx ഈക്വൽ ടു -4x ഡിവൈഡഡ് ബൈ 6y. വേണമെങ്കിൽ രണ്ടിൽ 2 ക്യാൻസൽ ചെയ്യാം. 2/3. സോ dy/dx എന്ത് കിട്ടി? -2x ഡിവൈഡ് ബൈ 3y എന്ന് കിട്ടി. റെഡി? ഇപ്പോൾ നമുക്ക് dy/dx കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? dy/dx കിട്ടി. ഈ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് വേണം. അതിന് ചെയ്യേണ്ട കാര്യം സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഈക്വൽ ടു ഈ dy/dx എന്ന് ചെയ്യുക, ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 1 അല്ലേ? സോ ഇത് എക്സും ഇത് വൈ വിചാരിക്കുക. സോ ഇവിടെ 1 1 കൊടുക്കുക. സോ ഒന്ന് ആൻസർ തരാം. -2 × 1 ദാറ്റ് ഈസ് -2 ഡിവൈഡ് ബൈ 3 × 1 3. സോ ഒന്ന് കിട്ടി? സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കിട്ടി. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ എന്താണ്? സ്ലോപ്പ് ഓഫ് നോർമൽ. സോ മനസ്സിലാക്കുക, സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റും സ്ലോപ്പ് ഓഫ് നോർമലും തമ്മിൽ ബന്ധമുണ്ട്. എന്ത് ബന്ധമാണുള്ളത്? ഒരു റെസിപ്രോക്കൽ ബന്ധമാണ്. സോ സ്ലോപ്പ് ഓഫ് നോർമൽ കണ്ടുപിടിക്കാൻ എന്താദ്യം വിളിക്കണം? സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കണ്ടുപിടിച്ചാലേ സ്ലോപ്പ് ഓഫ് നോർമൽ കിട്ടുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് കിട്ടി. സ്ലോപ്പ് ഓഫ് നോർമൽ ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ് റെസിപ്രോക്കൽ. ഇതിൻ്റെ നെഗറ്റീവ് എന്താ? പോസിറ്റീവ്.
റെസിപ്രോക്കൽ എന്താ 2/3ൻ്റെ 3/2 കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി സി ക്വസ്റ്റൻ എന്താണ്? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് അറ്റ് 1,1. ടാൻജൻറ്റ് ഇക്വേഷൻ പഠിക്കണം. അതിന് നമ്മൾ ലൈൻ്റെ ബേസിക് ഇക്വേഷൻ പഠിച്ചാണ് y - y1 = m × x - x1. ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്നിട്ട് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ ടാൻജൻറ്റ് സ്ലോപ്പ് കൊടുക്കുക. ഇനി ഇക്വേഷൻ ഓഫ് നോർമൽ എന്ന് പറയുകയാണെങ്കിലോ ഈ സ്ലോപ്പിന് അവിടെ നിന്ന് കൊടുക്കുക, നോർമലിൻ്റെ സ്ലോപ്പ് കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ. സോ ഇവിടെ നിന്ന് കിട്ടി y - y1. എന്താ അവിടെ y1? x1 y1. സോ എന്ന് കിട്ടി 1 m × ഇവിടെ ആര് സ്ലോപ്പ് കൊടുക്കേണ്ടി? ഇക്വേഷൻ ഓഫ് ടാൻജൻ്റ് ആണ്. അപ്പോൾ ടാൻജൻ്റെ സ്ലോപ്പ് കൊടുക്കുക. സോ ദാറ്റ് ഈസ് -2/3 × x - x1 ഇറ്റ് ഈസ് ഓൾസോ 1. സിംപ്ലിഫൈ ചെയ്യുക, ആൻസറായി. ഈ 3 വേണമെങ്കിൽ കൊണ്ടുപോകാം. ഈ -2 ഇൻറ്റു ചെയ്യാം. സോ 3y - 3 - 2x + 2. സിംപ്ലിഫൈ ഒന്ന് വൃത്തിയാക്കിയത് എന്ത് കിട്ടിയ ആൻസർ? 2x + 3y - 5 = 0. ഡി. ഇനി ഇപ്പോൾ ഒരു ഡി ക്വസ്റ്റൻ വിചാരിക്കുക. ഇക്വേഷൻ ഓഫ് നോർമൽ എന്ന് പറയുന്നത് ആൻസർ വരാം y - y1 = m × അവിടെ കൊടുക്കുക 3/2 കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുക, ആൻസറായി. വളരെ സിമ്പിളാണ്. ഓക്കെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ആബ്സല്യൂട്ട് മാക്സിമ ആൻഡ് ആബ്സല്യൂട്ട് മിനിമ. വളരെ സിമ്പിളാണ്. അപ്പോൾ എവിടെ നിങ്ങൾ മാക്സിമം മിനിമം കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? f(x) എടുത്ത് ചെയ്താൽ f'(x) കണ്ടുപിടിക്കുക, അത് = 0 കൊടുക്കുക, എന്നിട്ട് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. ഇതുവരെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇൻക്രീസിങ്, ഡിക്രീസിങ്, മാക്സിമ, മിനിമ, അത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എന്ത് ചെയ്യേണ്ടത്? ഇതേ മെത്തേഡാണ്. ആബ്സല്യൂട്ട് പറയാനുള്ള കാരണം അവിടെ ക്ലോസ് ഇൻ്റർവെൽ തന്നുകൊണ്ടാണ്. നോക്കാം, സിമ്പിളാണ്, ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ ചെയ്യുക? f(x) അത് എടുത്ത് ചെയ്താൽ f(x) = 1 + 4x - x². എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. f'(x) = 1 × 0 4 × 4x × 4 - 2x. റെഡി? ഇത് വൃത്തിയാക്കിയതാ. f'(x) = 2നെ കോമൺ ആക്കി എടുക്കുക. 2 × 2 - x. ഇതാണ് നമ്മൾ f'(x). ഇനി ചെയ്യേണ്ട എന്താണ്? ക്രിട്ടിക്കൽ പോയിന്റ് എടുക്കുക. ക്രിട്ടിക്കൽ പോയിന്റ് എങ്ങനെ എടുക്കുക? = 0. ഇപ്പോൾ 2 × 2 - x = 0 കൊടുക്കുക. ഇതിൽ എക്സിൻ്റെ വാല്യൂ എടുക്കുക. എക്സിന് എന്ത് കൊടുത്താലും 0 കിട്ടുക, എക്സിന് 2 കൊടുത്താലാണ് 0 കിട്ടുക. സോ x = 2 കിട്ടി. ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ എൻഡ് പോയിന്റും അതുപോലെ തന്നെ ഈ ക്രിട്ടിക്കൽ പോയിന്റും ആ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. എൻഡ് പോയിന്റ് ഏതൊക്കെയാണ്? 0, 5. പിന്നെ ഈ ക്രിട്ടിക്കൽ പോയിന്റ് 2 ഇതെവിടെ കൊടുക്കുക? ഈ ഫംഗ്ഷനിൽ കൊടുക്കുക. ഈ ഫംഗ്ഷൻ കൊടുക്കുക. അപ്പോൾ 0 ഇവിടെ കൊടുക്കുന്ന ആൻസർ വരാം 1 വരും. ഈ 5 കൂടെ കൊടുക്കുന്ന ആൻസർ വരാം -4 എന്ന് വരും. അതുപോലെ തന്നെ ഈ 2 കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 കൂടെ കൊടുക്കുമ്പോൾ 5 എന്ന് വരും ആൻസർ. ഇതിലേതാണ് മാക്സിമം വാല്യൂ? മാക്സിമം വാല്യൂ ഈസ് 5 at x = 2. അത് കിട്ടി. ഇതിലേതാണ് മിനിമം വാല്യൂ? -4. സോ മിനിമം വാല്യൂ ഈസ് -4 at x = 5. ഇത്രയും സിമ്പിളാണ്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ച കാര്യങ്ങൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി, ഇൻക്രീസിങ്, ഡിക്രീസിങ്, മാക്സിമ, മിനിമ, മാക്സിമം മിനിമൻ്റെ നമ്മൾ എന്ത് പഠിച്ചു? സെക്കൻഡ് ഡെറിവേറ്റീവ് മെത്തേഡ് പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? നോർമൽ, ടാൻജൻറ്റ്, പിന്നെ ലാസ്റ്റ് പഠിച്ചാണ് ആബ്സല്യൂട്ട് മാക്സിമ, ആബ്സല്യൂട്ട് മിനിമ. ഇത്രയും കാര്യങ്ങളുള്ള ഈ ചാപ്റ്ററിൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊന്ന് മനസ്സ് വെച്ചാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതിൽ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഈ ചാപ്റ്റർ വരെയുള്ള ക്വിക്ക് റിവിഷന് കൊടുത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ചാപ്റ്ററും ആകെ അരമണിക്കൂറോളം സുഖമായിട്ട് ചെയ്യാം. നല്ല സ്കോർ ഉണ്ടാക്കാൻ പറ്റും.